സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന 4 ദിവസത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായി ശത്രുരാജ്യങ്ങളുടെ പ്രധാന ടാർഗറ്റുകളിൽ ഒന്നാണല്ലോ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ. അതുകൊണ്ടാണ് ആ സമയത്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ വീഡിയോകൾ ചെയ്യാതിരുന്നത്. കോവളം ബീച്ചിലെ സ്പീഡ് ബോട്ട് സർവീസും പാരാസെയിലിങ്ങുമൊക്കെ നിർത്തി. കാലവർഷമാണല്ലോ വരുന്നത്. ഒരുപാട് ചൂണ്ടകൾ ഘടിപ്പിച്ച വടം കടലിൽ നിക്ഷേപിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. മീനുകൾ ചൂണ്ടയിൽ ഭൂരിഭാഗം എണ്ണത്തിലും കുരുങ്ങിയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം വടം കരയിലേക്ക് വലിക്കാനുള്ള സന്ദേശം കരയിലുള്ളവർക്ക് കൈ ഉയർത്തിക്കാട്ടി നൽകുകയാണ്. ആ വെള്ളനിറത്തിൽ പൊങ്ങിക്കിടക്കുന്നത് തെർമോക്കോളാണ്. വടം ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി വടവുമായി തെർമോക്കോൾ പീസുകൾ കെട്ടിയിട്ടിരിക്കുന്നു. നമുക്കും വേണമെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് വടം വലിക്കാൻ സഹായിക്കാം. വേളി കടപ്പുറത്ത് ഇതുപോലെ ഞാനും അവരെ സഹായിച്ചിട്ടുണ്ട്. വളരെ കഠിനമായ പണിയാണ്. കയ്യിലെ തൊലിയൊക്കെ പോകും. വടം വലിച്ചു കഴിയുമ്പോൾ ധാരാളം മീനുകൾ ഉണ്ടെങ്കിൽ കുറച്ചെണ്ണം നമുക്കും കിട്ടും. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. ആ പാറയിലേക്ക് അടിച്ചു കയറുന്ന തിരമാല കണ്ടോ? വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രധാന ഹബ്ബാകാൻ പോകുന്ന തുറമുഖം. 3 ഫീഡർ ഷിപ്പുകൾ ബർത്തിലുണ്ട്. ഈ കാണുന്ന ഒന്നാമത്തെ ബർത്തിൽ കാണുന്നത് എൽസ 3 എന്ന ഫീഡർ ഷിപ്പാണ്. മറ്റു 2 കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസ 3ക്ക് ഒരു ചരിവുണ്ട്. ആ ചരിവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മുന്നിൽ കാണുന്ന ടൈഗർ എഫ്, AS ആൽവ എന്നീ ഫീഡർ ഷിപ്പുകൾക്ക് ചരിവ് ഇല്ല. ഷിപ്പിലേക്ക് കണ്ടെയ്നറുകൾ ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചരിവൊക്കെ സാധാരണമാണ്. കണ്ടെയ്നറിൻ്റെ വെയിറ്റും അടുത്ത പോർട്ടുകളിൽ ഇറങ്ങേണ്ട കണ്ടെയ്നറുകളുമൊക്കെ പരിഗണിച്ച് ഷിപ്പിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യണമെന്നും അങ്ങനെ കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമൊക്കെ ബ്രിഡ്ജിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. പിന്നീടും ആവശ്യമെങ്കിൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ ബല്ലാസ്റ്റ് വാട്ടറും കപ്പലിൽ നിറയ്ക്കും. ഈ ബല്ലാസ്റ്റ് വാട്ടർ നിറയ്ക്കുന്നതിനും പമ്പ് ചെയ്ത് വെളിയിൽ കളയുന്നതിനുമൊക്കെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. ലോകത്തിലെ പല പോർട്ടുകളും കടൽ തീരത്തോ വലിയ നദികളിലോ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തീരത്തോട് ചേർന്നുള്ള വെള്ളത്തിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളും അണുക്കളും ആൽഗകളും പായൽ ചെടികളും മറ്റും ഉണ്ടാവും. ഇവ ബല്ലാസ്റ്റ് വാട്ടറിൻ്റെ കൂടെ കപ്പലിൽ കടക്കും. ഈ ബല്ലാസ്റ്റ് വാട്ടർ അതേപോലെ മറ്റൊരു തീരത്ത് കപ്പൽ അടുക്കുമ്പോൾ അവിടെ ഡിസ്ചാർജ് ചെയ്താൽ പലതരത്തിലുള്ള അണുക്കൾ വ്യാപിക്കുന്നതിനും അവിടുത്തെ സ്വാഭാവിക പ്രകൃതിയെ നശിപ്പിക്കുന്നതിനുമൊക്കെ കാരണമാകും. അതുകൊണ്ട് ബല്ലാസ്റ്റ് വാട്ടർ കൈകാര്യം ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ട്. പല കപ്പലുകളിലും പോർട്ടിൽ നിന്നും നിറയ്ക്കുന്ന ബല്ലാസ്റ്റ് വാട്ടർ പുറംകടലിൽ എത്തുമ്പോൾ അവിടെ ഡിസ്ചാർജ് ചെയ്യും. ഈ ബല്ലാസ്റ്റ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന പായലുകളും ആൽഗകളും മറ്റു അണുക്കളുമൊക്കെ തീരത്തോട് ചേർന്നുള്ള ആവാസ വ്യവസ്ഥയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. പുറംകടലിൽ അവ നശിച്ചു പോകും. അതുകൊണ്ട് കപ്പലുകൾ പുറംകടലിൽ ബല്ലാസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ചെയ്ത ശേഷം അവിടെ നിന്നും വേറെ വെള്ളം ബല്ലാസ്റ്റ് ടാങ്കുകളിൽ നിറച്ച ശേഷമാണ് അടുത്ത പോർട്ടിലേക്ക് പോവുക. പുതിയ ചില കപ്പലുകളിൽ ഇങ്ങനെ പുറംകടലിൽ ഡിസ്ചാർജ് ചെയ്യുന്നതിന് പകരം ബല്ലാസ്റ്റ് ടാങ്കിലെ വെള്ളത്തെ തിളപ്പിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ തിളപ്പിച്ച് അണുക്കളെയും പായലുകളെയും മറ്റും നശിപ്പിച്ച ശേഷം അതേ വെള്ളവുമായി തന്നെ അടുത്ത പോർട്ടിലേക്ക് പോകും. ബല്ലാസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതിനും നിറയ്ക്കുന്നതിനുമുള്ള സമയം ലാഭിക്കാം. യാത്രയ്ക്കിടയിൽ തന്നെ ഇതൊക്കെ നടക്കും. ടൈഗർ എഫ് ഇവയൊക്കെ ഇവിടെ സ്ഥിരമായി വന്നു പോകുന്ന ഫീഡർ ഷിപ്പുകൾ തന്നെയാണ്.
ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോർട്ടിൽ ബർത്ത് ചെയ്തിരിക്കുന്ന ഈ 3 കപ്പലുകൾക്ക് പുറമെ MSC കാർമേല എന്ന അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പും പിന്നെ ബോട്ട് ബ്ലെസ്സിംഗ്, MSC കൈമിയ സെക്കൻഡ്, ട്രേഡർ എന്നീ കപ്പലുകൾ പുറം കടലിൽ ഉണ്ട്. AS ആൽവ ജിബൂട്ടിയിലേക്കാണ് പോകുന്നത്, എൽസ കൊച്ചിയിലേക്കും. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ AS ആൽവ ജിബൂട്ടിയിലേക്കും ടൈഗർ F കൊൽക്കട്ടയിലേക്കും പോയി കഴിഞ്ഞു. MSC കർമേല പോർട്ടിൽ ബർത്ത് ചെയ്തു. അതിനു പുറമെ എസ്കാഡ, CHS കൊളംബോ എന്നീ ഫീഡർ ഷിപ്പുകളും പുറം കടലിൽ എത്തി. MSC റോബർട്ട 5 പുറം കടലിൽ എത്താറായി. MSC വിൻഡ് കൊളംബോയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതായത് 5 കപ്പലുകൾ പുറം കടലിലുണ്ട്, 2 എണ്ണം വന്നുകൊണ്ടിരിക്കുന്നു. 24-ാം തീയതി MSC ഫെബി എന്ന മറ്റൊരു അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എത്തും. വിഴിഞ്ഞത്ത് നല്ല തിരക്കായി. വളരെ സന്തോഷം തരുന്ന കാര്യമാണത്. ബ്രിഡ്ജിൽ ഒരാൾ നിൽക്കുന്നത് പോലെ കണ്ടോ? ഡമ്മി ആണത്, 2 വശത്തുമുണ്ട്. മൂടിയ അന്തരീക്ഷം കാരണം കടലിലെ കാഴ്ചകൾ മങ്ങിയതാണ്. ബോട്ട് ബ്ലെസ്സിംഗ് എന്ന കപ്പൽ പുറം കടലിൽ തീരത്തോട് അല്പം ചേർന്നാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. മൂടൽ ഇല്ലായിരുന്നുവെങ്കിൽ വ്യക്തമായി കാണാമായിരുന്നു. AS ആൽവയുടെ ബ്രിഡ്ജും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും. ആ ഡമ്മി വ്യക്തമായി കാണാം. മറുവശത്തുമുണ്ട്. തീരത്തോട് ചേർന്ന് കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ. കാലാവസ്ഥ മോശമായത് കാരണം പുറം കടലിലേക്ക് പോകുന്നില്ല. കാലവർഷം വരികയാണല്ലോ. ജൂണിൽ ട്രോളിംഗ് നിരോധനവും വരുമല്ലോ. ദൂരേക്ക് നോക്കിയാൽ ചക്രവാളം വ്യക്തമല്ല. മത്സ്യങ്ങളുടെ പ്രജനന കാലത്താണല്ലോ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ട്രോളിംഗ് നടത്തിയാൽ പ്രജനനത്തിന് തടസ്സം വരികയും വരും കാലങ്ങളിൽ മത്സ്യസമ്പത്തിൽ കുറവ് വരികയും ചെയ്യും. ആ കാണുന്ന പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കല്ലുമേക്കായയും ചിപ്പിയും കണ്ടോ? ഈ തിരമാലകൾ ആ പാറയിൽ വന്നടിക്കുമ്പോൾ ആ കടൽ വെള്ളം കല്ലുമേക്കായയുടെ ഷെൽ അഥവാ തോടിൻ്റെ അല്പം തുറന്നിരിക്കുന്ന ഭാഗത്തു കൂടി അകത്ത് കടക്കും. ആ അകത്തു കടക്കുന്ന വെള്ളത്തിലുള്ള ചെറിയ ജീവികളും മറ്റുമാണ് കല്ലുമേക്കായയുടെയും ചിപ്പികളുടെയും ഭക്ഷണം. മത്സ്യത്തൊഴിലാളികൾ വളർച്ചയെത്തിയ കല്ലുമേക്കായയെ അവരുടെ കയ്യിലുള്ള വെട്ടുകത്തി പോലുള്ള ഉപകരണം ഉപയോഗിച്ച് പാറയിൽ നിന്നും വെട്ടിയെടുക്കും. പിന്നീട് അവ മാർക്കറ്റിൽ എത്തും. ഒരുപാട് തരം അപൂർവ കടൽ ജീവികളുടെ ആവാസ കേന്ദ്രമാണ് വിഴിഞ്ഞം തീരം. ഇവിടെ CMFRIയുടെ ഒരു അക്വേറിയമുണ്ട്. ധാരാളം അപൂർവ ഇനം മത്സ്യങ്ങൾ അവിടെയുണ്ട്. ആ കല്ലുമക്കായകൾക്കിടയിൽ ഒരു ചെറിയ പച്ചപ്പ് കണ്ടോ? പാറയിൽ വളർന്നു നിൽക്കുന്ന ഒരു ചെറിയ ചെടിയാണ്. തിരമാലകളുടെ ശക്തി കണ്ടോ? ഈ പാറകളിലെ കല്ലുമേക്കായകൾ വെട്ടിയെടുത്തു എന്ന് തോന്നുന്നു. പായൽ മാത്രമേ ഉള്ളൂ. കടലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബോയു. ഫിഷിംഗ് ബോട്ടുകളും അതിലെ മനുഷ്യരെയും ബോയുവിനെയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ബോയുകളുടെ വലിപ്പം അറിയാം.
ബോയുകളെ കടലിൻ്റെ അടിത്തട്ടുമായി ബന്ധിപ്പിച്ച് സ്ഥാനം മാറിപ്പോകാതെ സ്ഥിരമായി ഉറപ്പിച്ചിരിക്കുകയാണ്. കപ്പലുകൾക്കും മറ്റും ആഴത്തെ സംബന്ധിച്ചുള്ള വാണിംഗ് നൽകുന്നവയാണ് ഇവ. രാത്രികാലങ്ങളിൽ ഇവയുടെ മുകളിൽ ലൈറ്റ് കത്തും. ബോയുകളിൽ സാറ്റലൈറ്റുകളുമായി ബന്ധിപ്പിക്കപ്പെട്ടവയുമുണ്ട്. സുനാമി വാണിങ്ങിനും മറ്റും വേണ്ടിയാണിത്. ദൂരെ ഒരു മഞ്ഞ ബോയുവിനെ കാണാം. ബോയുകളുടെ നിറം അത് കളർ കോഡാണ്. ബോയുകളുടെ കളർ കോഡിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. മറ്റൊരു മഞ്ഞ ബോയു ഫിഷിംഗ് ഹാർബറിലേക്കുള്ള എൻട്രൻസിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്നു താഴ്ന്ന് ആടിയുലഞ്ഞുള്ള നിൽപ്പ് കണ്ടോ? പിന്നിൽ പോർട്ടിൻ്റെ പുലിമുട്ട്. ഈ ദൃശ്യത്തിൻ്റെ മധ്യഭാഗത്ത് സൂക്ഷിച്ചു നോക്കിയാൽ നിഴൽ പോലെ ഒരു കപ്പൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ട് ബ്ലെസ്സിംഗ് എന്ന ഫീഡർ ഷിപ്പാണത്. അന്തരീക്ഷം ക്ലിയർ ആയിരുന്നുവെങ്കിൽ ബോട്ട് ബ്ലെസ്സിങ്ങിനെ വ്യക്തമായി കാണാമായിരുന്നു. അന്തരീക്ഷം മൂടിക്കെട്ടിയതാണല്ലോ. നേരത്തെ കല്ലുമ്മേക്കായകൾ പറ്റിപ്പിടിച്ചിരുന്ന പാറകളുടെ പിന്നിലെ പാറകളിൽ നിറയെ ആടുകൾ എത്തി. അവയ്ക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഇവിടെ കാണുമോ? കപ്പലുകളിൽ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുന്നതിൻ്റെയും അൺലോഡ് ചെയ്യുന്നതിൻ്റെയും കുറച്ച് ദൃശ്യങ്ങൾ കാണാം. ഒരു കണ്ടെയ്നർ ഉയർന്നു പോകുന്നത് കണ്ടോ? ബർത്തിൽ ഊഴം കാത്തു കിടക്കുന്ന ഒരു ട്രക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ എത്തും. അതുവരേക്കും ഗുഡ് ബൈ.